നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ നടുക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെയും ഇസ്രായേൽ തിരിച്ചടി നൽകിയതിന്റെയും ഒക്കെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം വരുത്തിയിട്ടുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും നശിപ്പിക്കൽ എന്നത് കൃത്യമായ ഒരു പദമാണെന്ന് ഊന്നി പറയുകയും ചെയ്തു. അമേരിക്ക തന്നെ പുറത്തിറക്കിയ ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ വ്യാപ്തി ട്രംപ് വ്യക്തമാക്കിയത്. ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് പോലെ ഇറാനിലെ എല്ലാ ആണവ കേന്ദ്രങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. ഇല്ലാതാക്കൽ എന്നത് കൃത്യമായ ഒരു പദമാണ്. കാണിച്ചിരിക്കുന്ന വെളുത്ത ഘടന പാറയിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അതിന്റെ മേൽക്കൂര പോലും ഭൂനിരപ്പിന് വളരെ താഴെയാണ്. തീജ്വാലയിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ നാശനഷ്ടം ഭൂനിരപ്പിന് വളരെ താഴെയാണ് സംഭവിച്ചത്. ഇതും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഫോർഡോ, നതാൻസ്, ഇഫ്താർ എന്നിവയുൾപ്പെടെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ US ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആരംഭിച്ച് കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ. ഇവിടെ ഇറാനും ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നതാണ് പ്രധാന വിഷയം. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും സഖ്യകക്ഷികളായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പറയുന്നതനുസരിച്ച് 1971 ഡിസംബർ 9 അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഹെൻറി കിംഗറിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം വാഷിംഗ്ടണിൽ നടന്നു. ആ സമയത്ത് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിനു നേരെ ഇന്ത്യ കനത്ത വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഇത് പശ്ചിമ പാകിസ്ഥാനിലെ ഇന്ധനവും സുപ്രധാന വിവരങ്ങളും നശിപ്പിച്ചു. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകടനത്തെ സാരമായി ബാധിച്ചു. കറാച്ചിയിലെ എണ്ണ സംഭരണ ടാങ്കുകളിൽ 12 മുതൽ 13 വരെ ആക്രമണങ്ങൾ നടത്തിയതായും ഇത് പാകിസ്ഥാന്റെ ഇന്ധന വിതരണത്തിന്റെ 80% നശിപ്പിച്ചതായും പാകിസ്ഥാന് 2 ആഴ്ചത്തേക്ക് മാത്രമേ ഇന്ധനം നൽകാൻ കഴിയൂ എന്നും DIA ഡയറക്ടർ റിച്ചാർഡ് ഹെൽഡ് പ്രഖ്യാപിച്ചു. ടെഹ്റാനിൽ നിന്ന് ഇന്ധനം മാറ്റാൻ കഴിയുമോ എന്ന് കിസ്റ്റിംഗർ അറിയാൻ ആഗ്രഹിച്ചു. ഇറാനിൽ നിന്ന് ഇന്ധനം മാറ്റുന്നതിനും ഇറാനിയൻ യുദ്ധവിമാനങ്ങളെയും പൈലറ്റുമാരെയും പാകിസ്ഥാനിലേക്ക് അയക്കുന്നതിനും ഇന്ത്യയെ സൈനികമായി ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള മാർഗമായി ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് സൈന്യത്തെ വിന്യസിക്കുന്നതിനുള്ള സാധ്യമായ പദ്ധതികളെക്കുറിച്ചും കിസ്റ്റിംഗും US സർക്കാർ ഉദ്യോഗസ്ഥരും സംസാരിച്ചു. 1971 ഡിസംബർ 8 US ഉദ്യോഗസ്ഥൻ ഇറാന്റെ ഷാ മുഹമ്മദ് റൈസ പഹ്ലവിയെ കാണുകയും പാകിസ്ഥാന് പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്തോ സോവിയറ്റ് ഉടമ്പടി കാരണം പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ലെന്ന് ഷാ വ്യക്തമാക്കി. കാരണം അത് സോവിയറ്റ് യൂണിയനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമാകും. ജോൺസൺ നിർദ്ദേശിച്ചതുപോലെ ജോർദാന് പാകിസ്ഥാനിലേക്ക് F-104 വിമാനങ്ങൾ പറത്താമെന്നും പകരം ജോർദാനു വേണ്ടി ഇറാൻ തങ്ങളുടെ വിമാനങ്ങൾ ജോർദാന്റെ വ്യോമാതിർത്തിയിൽ പറത്താമെന്നും ജോൺസൺ നിർദ്ദേശിച്ചു. എന്നാൽ US നിയമത്തിന്റെ വിലക്ക് കാരണം ആ ആശയവും പരാജയപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടുവെന്നും 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുമെന്നും US പ്രതിരോധ ഉദ്യോഗസ്ഥർ കരുതി. പാകിസ്ഥാനിലെ സ്ഥിതിയും വളരെ ദുർബലമായിരുന്നു. ഇന്ത്യ യുദ്ധം വൈകിച്ചാൽ പാകിസ്ഥാന്റെ സൈനികവും സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായും തകർന്നേനെ. ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രസിഡന്റ് നിക്സണും ഹെൻറി കിസ്സംഗറും ആദ്യം ശ്രദ്ധിച്ചത് ഇന്ത്യൻ അതിർത്തിക്ക് സമീപം സൈനികമായി എന്തെങ്കിലും ചെയ്യാൻ ചൈനക്കാരെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ US നാവികസേനയുടെ 7 കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിൽ വിന്യസിക്കുക എന്നതായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.